VS കൗശലക്കാരനായ ഭരണാധികാരിയായോ പാർട്ടി സെക്രട്ടറിയായോ ഒരിക്കലും ജനങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. ഉള്ളിലുള്ളത് മുഖത്തു കാണിക്കുന്നതായിരുന്നു എന്നും VSന്റെ രീതി. ദേഷ്യവും നിരാശയും നിസ്സഹായതയും സന്തോഷവുമെല്ലാം പൊതുജന മധ്യത്തിൽ തന്നെ VS പ്രകടിപ്പിച്ചു. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഉള്ള ഒരു വിടവോ ഭിന്നതയോ ഞാനും പാർട്ടിയായിട്ടില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പോളിറ്റ് ബ്യൂറോയിൽ പരാതി നൽകിയിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ചെന്നാലും VS ഇങ്ങനെ നിറഞ്ഞു ചിരിക്കും. മുന്നണിയിലെ ഉണ്ടല്ലോ. പരാതി നൽകിയെന്ന് VS പറയില്ല. പക്ഷേ നൽകിയിട്ടില്ല എന്ന നുണ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. VSനെ ഒന്ന് കണ്ടാൽ തന്നെ വാർത്തയുടെ സത്യം ആ മുഖത്ത് നിന്ന് അറിയാമായിരുന്ന കാലം. പേരെടുക്കാൻ കാണിക്കുന്ന കസർത്തുകളായിരുന്നില്ല VSന്റെ സമരങ്ങൾ. പാതിരാത്രിയിൽ നിയമസഭയിൽ സമരം നടത്താൻ ചെറുപ്പക്കാരായ MLA-മാരെ വിടുകയല്ല ചെയ്തത്. അവർക്കൊപ്പം അവിടെ കുത്തിയിരിക്കുകയായിരുന്നു VS. മുഖ്യമന്ത്രിയായിരുന്ന കാലം ഋഷിരാജ് സിംഗ് ആന്റി പൈറസി വിഭാഗം തലവൻ. വ്യാജ സീഡികളുടെ റെയ്ഡ് ചെന്നെത്തിയത് അന്നത്തെ IG ആയ ടോമിൻ ജെ തച്ചങ്കരിയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ. ഋഷിരാജ് സിംഗ് അവിടെ കയറി CD പിടിച്ചെടുത്തു. DGP ആന്റി പൈറസി ചുമതലയിൽ നിന്ന് അന്ന് തന്നെ ഋഷിരാജ് സിംഗിനെ മാറ്റി. വിവരമറിഞ്ഞ് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ആളെ തിരിച്ചു നിയമിക്കാൻ നിർദ്ദേശം നൽകി. അങ്ങനെ നൽകിയ നിർദ്ദേശം ഔദ്യോഗിക രഹസ്യമായി ഒതുക്കിയില്ല, പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. ചുമതലയിൽ നിന്ന് ഋഷിരാജ് സിംഗിനെ മാറ്റുന്ന വലിയ വിവാദങ്ങൾ ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. DGP പറഞ്ഞത് VS ആവശ്യപ്പെട്ടു അദ്ദേഹത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന്. അങ്ങനെയാണോ? എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാഹചര്യം? DGPയുടെ എക്സ്പ്ലനേഷൻ എന്താണ്? ഈ കള്ളത്തരം കാണിക്കുന്ന ആളുകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളൊരു അപഖ്യാതി നിങ്ങൾക്കും ഗവൺമെൻറ്റിനും ഉണ്ടാക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? അതിനെന്താ നിങ്ങൾക്ക് ഉത്തരം? ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു ഉടനെ തന്നെ അയാളെ നിങ്ങൾ മാറ്റിയ സ്ഥാനത്തേക്ക് പുനഃസ്ഥാപിച്ചിട്ട് നിങ്ങൾ എന്നെ വന്ന് കാണും എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കൂ. പിന്നീടുള്ള കാര്യങ്ങൾ പിന്നീട്. PJ ജോസഫിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റിയതും VSന്റെ കർക്കശ നിലപാടിനെ തുടർന്നായിരുന്നു. വിമാനത്തിൽ അപമാനിച്ചുവെന്ന സ്ത്രീയുടെ പരാതി ഉയർന്നതോടെ PJ ജോസഫിനെ VS വിളിച്ചു വരുത്തി. കണ്ടുമടങ്ങിയ PJ ജോസഫ് വലിയ ആത്മവിശ്വാസമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാവരും എല്ലാം അറിയട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം ഭാഗം ആവർത്തിച്ചു. ഞാൻ തെറ്റു ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. തെറ്റ് ചെയ്തിട്ടില്ല. അത് മറ്റെന്തോ തോന്നൽ കൊണ്ട് പറഞ്ഞിട്ടുള്ളതാകാം. CM എന്താണ് അങ്ങയോട് ഉന്നയിച്ചിട്ടുള്ള പ്രധാന പ്രശ്നം? CM എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് CM അതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുന്നതാണെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. പരിശോധിച്ചിട്ട് എന്നോട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടു പിന്നാലെ VS മുറിക്കുള്ളിലേക്ക് മാധ്യമപ്രവർത്തകരെ വിളിപ്പിച്ചു. PJ ജോസഫിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തി. പതിവ് ചിരിയോ സംസാരത്തിലെ വേഗമോ ആംഗ്യങ്ങളോ ഇല്ലാതെയായിരുന്നു ആ വിശദീകരണം. ശ്രീമതി സന്ധ്യയുടെ റിപ്പോർട്ട് ഇന്നലെ രാത്രി എനിക്ക് കിട്ടി. ഞാനത് വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം
കാലത്തെ മിസ്റ്റർ PJ ജോസഫ് വന്നപ്പോൾ അതിൻ്റെ ജിസ്റ്റ് അദ്ദേഹത്തോട് സംസാരിച്ചു. പരാതിക്കാരി അവരെ അവമാനിക്കും വിധം ഉള്ള ബിഹേവിയർ ഉണ്ടായി എന്നും. ഇനി ഇതുകൂടി കേൾക്കൂ. ആരാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് അധിക്ഷേപിക്കുന്നതെന്നും ആരാണ് വാർത്ത ചോർത്തിക്കൊടുക്കുന്നതെന്നും VS പരസ്യമായി പറഞ്ഞ ഈ നിമിഷം. ഇന്ന് മാപ്രാവിളികൾ നടത്തിയിരുന്നവർ തന്നെയാണ് അന്ന് മാധ്യമ സിൻഡിക്കേറ്റും എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. LDFിലെ ഘടകകക്ഷികളും അതിന് പുറത്തുള്ളവരും നിങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന്. നിങ്ങൾ കുറഞ്ഞ ഉള്ള ആളുകളുടെ അഭിപ്രായം മാത്രമേ നിങ്ങളുടെ മേലുണ്ടായിട്ടുണ്ടെന്ന് കരുതി ഒരു ആവേശം കൊള്ളണ്ട. നിങ്ങളെ സംബന്ധിച്ച് വ്യാപകമായ ആക്ഷേപമാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് രഹസ്യമായി വിവരം തരുന്ന ആളുകൾ എപ്പോഴും നിങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ വാർത്തകൾ പുറത്തു വന്നല്ലോ എങ്ങനെ എന്ന് LDF ചർച്ച ചെയ്യാറുണ്ട്. ആരും വെക്കില്ല. ആരാണ് അത് നമുക്ക് അന്വേഷിക്കണം. എല്ലാവർക്കും ഏകാഭിപ്രായം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.